ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം കൃഷ്ണ. സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥയെക്കുറിച്ച് സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിനുള്ള നോട്ടീസിൽ അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്നുണ്ടായ വാദപ്രതിവാദവും ഇതേ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടതുമൊഴിച്ചാൽ നിയമസഭാതലം ഇന്ന് പൊതുവെ ശാന്തമായിരുന്നു. ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും കഴിഞ്ഞ് പ്രിവിലേജസ് എത്തിക്സ് കമ്മിറ്റിയുടെ 2ാം റിപ്പോർട്ട് പരിഗണിച്ച സഭ 4 അംഗങ്ങളുടെ അനൌദ്യോഗിക ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് ശേഷം പിരിഞ്ഞു. ശൂന്യവേളയിൽ സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് പ്രതിപക്ഷ MLA നജീബ് കാന്തപുരമാണ് നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്തെ റോഡുകളുടെ അറ്റകുറ്റപ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സർക്കാർ പരാജയപ്പെട്ടതും വിവിധ പദ്ധതികളുടെ ഭാഗമായി കുഴിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതും കാരണം റോഡുകൾ ഗതാഗതയോഗ്യമല്ലാതായ ഗുരുതര സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാണ് നജീബ് കാന്തപുരം ആവശ്യപ്പെട്ടത്. യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയാണ് ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങുന്നതെന്നും ജീവനിൽ ഭയവുമായാണ് അവർ യാത്ര ചെയ്യുന്നതെന്നും നജീബ് കാന്തപുരം ആക്ഷേപമുന്നയിച്ചു. റോഡുകൾ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് PWD ലക്ഷ്യമെന്നും റോഡ് നിർമ്മാണത്തിനൊപ്പം പരിപാലനത്തിനും പരിഗണന നൽകുന്നുണ്ടെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതിപക്ഷ നോട്ടീസിന് മറുപടി നൽകി. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പ്രവൃത്തി നടക്കുന്ന റോഡുകളിലും പ്രവൃത്തി വിവിധ കാരണങ്ങളാൽ തടസ്സപ്പെട്ട റോഡുകളിലും കോടതി വ്യവഹാരവും മറ്റുമുള്ള റോഡുകളിലും ചില ബുദ്ധിമുട്ടുകളുണ്ട്. റോഡുകളുടെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും ശാസ്ത്രീയ മാർഗങ്ങളാണ് അവലംബിച്ചു വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 90% റോഡുകളും പൂർണ്ണ ഗതാഗത യോഗ്യമാണെന്ന് ഉറപ്പു പറയാനാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയുള്ള കേരളത്തിൽ ആകെ 2.35 ലക്ഷം കിലോമീറ്റർ റോഡാണുള്ളത്. അതിൽ 29,522 കിലോമീറ്റർ പൊതുമരാമത്ത് റോഡും 1.96 ലക്ഷം കിലോമീറ്റർ തദ്ദേശ വകുപ്പിന് കീഴിലുമുള്ള റോഡാണ്. പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിനു കീഴിൽ 24,376 കിലോമീറ്റർ റോഡാണുള്ളത്. 4,783 കിലോമീറ്റർ പരിപാലന കാലാവധിയും 19,908 കിലോമീറ്റർ റോഡ് റണ്ണിംഗ് കോൺട്രാക്ട് പരിധിയിലുമാണ്. 824 കോടി രൂപയാണ് റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരിപാലനത്തിന് മാത്രമായി ഭരണാനുമതി നൽകിയതെന്ന് മന്ത്രി വ്യക്തമാക്കി. പണി നടക്കുന്ന ദേശീയപാതയിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി അധികൃതരുടെ യോഗം വിളിച്ച് നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. ഏറെ പരാതികൾ ഉയർന്ന തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ കാര്യത്തിലുൾപ്പെടെ കഴിഞ്ഞയാഴ്ച ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ച് പരിഹാര നടപടികൾ വേഗത്തിലാക്കി കഴിഞ്ഞു. കുടിവെള്ള വിതരണത്തിന് പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാനായി റോഡുകൾ മുറിച്ച ശേഷം മറ്റു വകുപ്പുകൾ നടത്തുന്ന പുനഃസ്ഥാപന നടപടികൾ പലപ്പോഴും ഫലവത്താകാറില്ല. ഇത്തരത്തിൽ മുറിക്കുന്ന റോഡുകളിൽ സാധിക്കുന്നവയുടെ പുനഃസ്ഥാപനം പൊതുമരാമത്ത് വകുപ്പ് തന്നെ ചെയ്യാനാണ് തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ വഴി നടക്കാനുള്ള അവകാശം നിഷേധിച്ച സർക്കാരാണിതെന്നും എത്ര റോഡിലൂടെ എല്ലൊടിയാതെ യാത്ര ചെയ്യാനാകുമെന്നും നജീബ് കാന്തപുരം ചോദിച്ചു. 2023 മാത്രം 4010 ജീവനുകളാണ് റോഡ് അപകടങ്ങളിൽ നഷ്ടപ്പെട്ടത്. 54,369 പേർക്ക് പരിക്കേറ്റു. നിരവധി പേർക്ക് അംഗവൈകല്യം സംഭവിച്ചു. കുഴികൾ എണ്ണാനായിരുന്നു മന്ത്രി ആദ്യം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ കുളങ്ങൾ എണ്ണേണ്ട സാഹചര്യമാണുള്ളത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന റോഡുകൾ ഇല്ലാതായി. കുഴിയില്ലാത്ത റോഡിലൂടെ പോകാൻ മുഖ്യമന്ത്രി 16 കിലോമീറ്ററാണ് ചുറ്റിയത്. സാധാരണക്കാർക്ക് ഇങ്ങനെ റൂട്ട് മാറ്റാൻ പറ്റുമോയെന്നും നജീബ് കാന്തപുരം ചോദിച്ചു. MLA-മാരെ നാട്ടുകാർ നടുറോഡിൽ തടയുന്ന സ്ഥിതിയുണ്ടാക്കിയത് ഈ സർക്കാരാണ്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് കേരളം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമെന്നും വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലെന്നും നജീബ് കാന്തപുരം ആക്ഷേപമുന്നയിച്ചു. കേരളത്തിൽ മഴയുണ്ടായിട്ടാണ് റോഡുകൾ തകരുന്നത് എന്നാണ് വാദം. എന്നാൽ മഴയുള്ള ഗോവയിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും ഇത്തരത്തിൽ റോഡ് തകരാറില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് പഠിക്കാൻ സർക്കാരും പൊതുമരാമത്ത് വകുപ്പും തയ്യാറാകണം. വടക്കൻ കേരളത്തിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകൾ വരെ തകരാറിലായി. കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂരിലെയും ഓണക്കുന്നിലെയും വെള്ളൂരിലെയും റോഡുകളുടെ സ്ഥിതി അതീവ ഗുരുതരമാണെന്നും കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വെങ്ങളം റീച്ചിൽ ജനങ്ങൾക്ക് ദുരിതയാത്രയാണെന്നും പറഞ്ഞ നജീബ് കാന്തപുരം റോഡുകളുടെ ദുരവസ്ഥയുടെ കണക്കുകൾ നിരത്തി. എന്നാൽ പ്രതിപക്ഷ ആരോപണങ്ങൾ നിരാകരിച്ചുകൊണ്ട് മന്ത്രി റിയാസിന്റെ മറുപടിക്ക് ശേഷം അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു.
സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മോശം റോഡുകളാണ് കേരളത്തിലെന്നും മന്ത്രി റിയാസിന്റെ മറുപടി യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. ദേശീയപാത 66ന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ കേരളത്തിലെ ജനങ്ങൾ ഈ ദുരിതം മുഴുവൻ അനുഭവിക്കണോയെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ മറുപടിക്ക് പിന്നാലെയാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇതിനിടെ വെള്ളിയാഴ്ചകളിൽ അടിയന്തര പ്രമേയങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം സ്പീക്കർ മുന്നോട്ടുവച്ചു. പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷാംഗങ്ങളുമായി ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അനൌദ്യോഗിക ബില്ലുകൾ സഭ പൂർണ്ണമായി ചേരുന്ന ദിവസങ്ങളിൽ പരിഗണിക്കണമെന്ന നിർദ്ദേശം പി.സി. വിഷ്ണുനാഥ് എം.എൽ.എ. മുന്നോട്ടുവച്ചു. കേരളത്തിലെ ബസ് യാത്ര പ്രീമിയം ലെവലിലേക്ക് ഉയർത്താൻ വൈഫൈ സൗകര്യമടക്കമുള്ള 40 AC ബസ്സുകൾ വാങ്ങാൻ തീരുമാനമായതായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സഭയെ അറിയിച്ചു. 10 വണ്ടികൾ ഓണത്തിന് മുൻപ് നിരത്തിലിറങ്ങും. കൂടുതൽ മൈലേജുള്ള ചെറിയ ബസ്സുകൾ ഗ്രാമപ്രദേശത്ത് സർവീസ് നടത്തും. ഇതിനായി 300 ചെറിയ ബസ്സുകൾ വാങ്ങാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ ഗ്രാമീണ റോഡുകളിൽ ഓടുന്ന പഴയ ബസ്സുകൾക്ക് ഇന്ധനക്ഷമത കുറവായതിനാലാണ് പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുകയെന്ന് മാത്യു കുഴൽനാടന്റെ ചോദ്യത്തിന് ഉത്തരമായി മന്ത്രി പറഞ്ഞു. നിലവിലുള്ള ടിക്കറ്റ് മെഷീനുകൾക്ക് പകരം നൂതന സാങ്കേതിക വിദ്യയുമായി ഡിജിറ്റൽ ടിക്കറ്റിംഗ് സൊല്യൂഷൻ ഏർപ്പെടുത്തും. ഇതിന്റെ ഭാഗമായി ക്യാഷ്ലെറ്റ് ഓപ്പറേഷൻ സംവിധാനം കൊണ്ടുവരാനുള്ള നടപടി പൂർത്തിയായി വരുന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വരുന്നതോടെ ബസ്സുകളുടെ തത്സമയ ട്രാക്കിംഗ്, ലൈവ് പാസഞ്ചർ ഇൻഡിക്കേഷൻ എന്നിവ സാധ്യമാകും. കാർഡ് പേയ്മെന്റ്, നെറ്റ് ബാങ്കിംഗ് പേയ്മെന്റ് തുടങ്ങിയ പേയ്മെന്റ് മോഡുകളും MCMC കാർഡുകൾ, ക്ലോസ്ഡ് ലൂപ്പ് കാർഡ് തുടങ്ങിയ സൗകര്യങ്ങളും മൊബൈൽ ടിക്കറ്റിംഗ് സൊല്യൂഷനിൽ ലഭ്യമാകും. സംസ്ഥാനത്ത് പക്ഷിപ്പനി ഇക്കുറി നേരത്തെ റിപ്പോർട്ട് ചെയ്തതായും പക്ഷിപ്പനി മറ്റു പക്ഷികളിലേക്കും പകരുന്നതായും മന്ത്രി പി. പ്രസാദ് നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് മുൻപ് കോഴികളിലും താറാവുകളിലും മാത്രമായി സ്ഥിരീകരിച്ച പക്ഷിപ്പനി ഇക്കഴിഞ്ഞ ജൂണിൽ കാടക്കോഴി, കാക്ക, കൊക്ക് തുടങ്ങിയ പക്ഷികളിലും സ്ഥിരീകരിക്കുകയായിരുന്നുവെന്ന് മന്ത്രി ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. രോഗബാധ സ്ഥിരീകരിച്ച ജില്ലകളിലെ ഉദ്യോഗസ്ഥർ സമഗ്ര നിരീക്ഷണം നടത്തിവരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ 2021 ഏവിയൻ ഇൻഫ്ലുവൻസ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള പ്രവർത്തന പദ്ധതി പ്രകാരമുള്ള നടപടികളാണ് വകുപ്പ് സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ ഇതുവരെ മനുഷ്യരിലോ സസ്തിനികളിലോ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ മാസം പശ്ചിമ ബംഗാളിൽ 4 വയസ്സുകാരനിൽ ഇത് സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അനിമൽ ഡിസീസിനെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇത് അംഗീകരിച്ചാൽ കൂടുതൽ കാര്യക്ഷമമായി പരിശോധനാ ഫലങ്ങൾ സംസ്ഥാനത്തിന് ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കശുവണ്ടി മേഖലയുടെ നിലനിൽപ്പിനും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനുമായി നിയമിച്ച വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ട് സർക്കാർ സ്വീകരിച്ചുവെന്ന് വ്യവസായ മന്ത്രി പി. രാജീവ് അറിയിച്ചു. കോവൂർ കുഞ്ഞുമോന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. റിപ്പോർട്ടിലെ നിർദ്ദേശപ്രകാരമാണ് 30 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചത്. മേഖലയുടെ സംരക്ഷണത്തിനായി സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും 293.31 കോടി രൂപ സർക്കാർ കശുവണ്ടി വികസന കോർപ്പറേഷൻ ഉൾപ്പെടെ സഹായമായി നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. എടരിക്കോട് സ്പിന്നിംഗ് മില്ലിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി മറ്റ് വ്യവസായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുമെന്ന് വ്യവസായ മന്ത്രി പി. രാജീവ് നിയമസഭയെ അറിയിച്ചു. ഇവിടെ 10 ഏക്കർ വ്യവസായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാമെന്ന് മാപ്പിംഗിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ IT ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾ കൊണ്ടുവരുമെന്നും KPA മജീദിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി മറുപടി പറഞ്ഞു. പുരാണ പാരായണ കലാകാരന്മാർക്ക് കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കാൻ സാധിക്കാത്ത സാഹചര്യം സർക്കാർ ഗൗരവമായാണ് കാണുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അംഗത്വം നൽകുന്നതിന് പുതിയ മാനദണ്ഡമുണ്ടാക്കുമെന്നും PC വിഷ്ണുനാഥിന്റെ സബ്മിഷന് മറുപടിയായി മന്ത്രി പറഞ്ഞു. പുതിയ സർവകലാശാലകൾ തുടങ്ങുന്നത് നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ. ബിന്ദു നിയമസഭയെ അറിയിച്ചു. അറബിക് സർവകലാശാല ആരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന UA ലത്തീഫിന്റെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.